ഒക്ടോബർ മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസഫലം സൂര്യൻ്റെ രാശി മാത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കും, ലഗ്നം മാത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കും, രാശി മാത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കും അങ്ങനെയുള്ള 3 വിഭാഗത്തിൽപ്പെട്ടവർക്കും യോജിച്ച രീതിയിലാണ് ഈ ഒരു മാസഫലം പറയുന്നത്. ഈ ഒരു മാസം വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു മാസമാണ്. എല്ലാ രാശിക്കാർക്കും നമുക്ക് ഓരോരുത്തരുടെയും മാസഫലത്തിലേക്ക് നോക്കാം. മേടം രാശിക്കാർക്ക് ഈ ഒരു മാസം വളരെ അധികം ആക്ടിവിറ്റി നിറഞ്ഞൊരു മാസമാണ്. പല രീതിയിലുള്ള മൾട്ടിപ്പിൾ ടാസ്കിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മൾട്ടി ടാസ്കിംഗ് പല രീതിയിലും, അത് ജോലി സ്ഥലത്താവട്ടെ, സ്വന്തം ബിസിനസ് ഉള്ളവരാവട്ടെ, പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടാനും പുതിയ ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരമുണ്ടാകാം. മാസത്തിൻ്റെ തുടക്കത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള പല പ്രോജക്റ്റുകളിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. പുതിയ കലാപരമായിട്ടുള്ള പ്രോജക്റ്റുകൾ, കല, വിനോദം എന്നീ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കുള്ള നിരവധി അവസരങ്ങൾ, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ മറ്റുള്ളവർ കാണുന്ന അവസരം, നെറ്റ്വർക്കിങ്ങിനുള്ള അവസരം, അങ്ങനെ പല അവസരങ്ങളുമായിട്ടാണ് ഈ മാസത്തിൻ്റെ തുടക്കം തന്നെ വന്നു ചേരുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ലോങ് ടേം ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ ലാഭകരമായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു മാസമാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ വരും. പക്ഷേ ഇവ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് ചർച്ച ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്താനായിട്ട്. അല്ലാത്ത പക്ഷം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സിംഗിൾസ് ആയിട്ടുള്ള മേടം രാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ കുറേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഉള്ള അവസരം ഉണ്ടാകുന്നതാണ്. മാസത്തിൻ്റെ ഒരു 2ാമത്തെ ആഴ്ച തൊട്ടാണ് ഈ മാസം, ഒക്ടോബർ മാസം, അല്പം സീരിയസ് മോഡിലേക്ക് പോകുന്നത്. ജോലി സ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങൾ ആ സമയത്തുണ്ടാകാം. ഓഫീസ് പൊളിറ്റിക്സ്, അനാവശ്യമായിട്ടുള്ള വർക്ക് പ്ലേസ് ഗോസിപ്സ് എന്നിവയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആ ജോലിയുടെ ക്വാളിറ്റിയെ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന അവസരമുണ്ടാകാം. അത് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കഴിവുകൾ കൂടുതലായിട്ട് കണ്ടെത്താൻ കഴിയുകയും അതുവഴി കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം വളരെ നല്ലൊരു മാസമാണ്. ഈ മാസത്തിൻ്റെ ആദ്യത്തെ 3 ആഴ്ചയും പുതിയ ജോലി നോക്കുന്നവർക്ക് പല ഓഫറുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഓഫറുകൾ വന്നില്ലെങ്കിൽ കൂടി പുതിയ ജോലിക്ക് വേണ്ടിയുള്ള സ്കിൽ അപ്ഡേഷൻ നടത്താനുള്ളൊരു സമയമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കൾക്ക് ഈ മാസം ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും, അവരുടെ വീട്ടിൽ പല ഫങ്ഷൻസ് നടക്കുന്നതാണ്. വളർത്തു മൃഗങ്ങളോട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു മാസം അവരുടെ മൃഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും പുതിയ വളർത്തു മൃഗങ്ങളെ അഡോപ്റ്റ് ചെയ്യാനും പറ്റിയൊരു മാസമാണ്. പുതിയ ജോബ് കോൺട്രാക്റ്റ് ലഭിക്കാൻ, ടീം വെഞ്ചറുകൾ, പബ്ലിക് ഇവൻറ്റുകൾ, പൊതു ഇടത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൂടുതൽ ദൃശ്യമാകുന്ന അവസരങ്ങളുണ്ടാകാം. അപ്പോൾ ബിസിനസ് നെറ്റ്വർക്കിംഗ് കൂടെയാകാം, പാർട്ടികൾ, വിവാഹം, എൻഗേജ്മെൻറ്റ് ഇവയിലൂടെ പുതിയ വ്യക്തികളെ കണ്ടെത്താനുള്ള അവസരമുണ്ടാകാം. മാസത്തിൻ്റെ ഒരു 3ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം സിറ്റുവേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടേറിയതാകുന്നതാണ്. കാരണം ആ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ വളരെയധികം ശ്രദ്ധ വരുന്നതാണ്. ധാരാളം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കും. ധാരാളമായിട്ടുള്ള കോസ്റ്റ് കട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്നിവയ്ക്കുള്ള സമയമാണ്. ലോണുകൾ നൽകാനും കൊടുക്കാനുമുള്ള അവസരം, പെട്ടെന്ന് ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുള്ള അവസരം, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സഹായിക്കാനുള്ള അവസരം, അങ്ങനെ പല അവസരങ്ങളും ഈ ഒരു സമയം വന്നു ചേരുന്നതാണ്. പൈസയെക്കുറിച്ചുള്ള തർക്കം, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ, ഭർത്താവിൻ്റെ വീട്ടുകാർ, നിങ്ങളുടെ സിവിൽ കേസുകൾ എന്നിവയ്ക്ക് ഉള്ള ഒരു സമയമാണ് ഈ മാസത്തിൻ്റെ 3ാമത്തെ ആഴ്ച തൊട്ട്. അത് വളരെ സെൻസിറ്റീവാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കണം. പാർട്ട് ടൈം പ്രൊജക്റ്റുകൾ, കോൺട്രാക്ട് പ്രൊജക്റ്റുകൾ എന്നിവ ലഭിക്കാനുള്ള നല്ലൊരു സമയവും കൂടിയാണ്. ഈ ഒരു സമയം മൊത്തം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 ആഴ്ച വളരെ നല്ലൊരു ആഴ്ചയായിരിക്കും, വളരെ നല്ല ദിവസങ്ങളായിരിക്കും, നല്ല നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കും. പക്ഷേ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച ഈ പൈസയുടെ ടൈറ്റ് വരുന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള സംഘർഷമുണ്ടാകാം. ദയവായിട്ട് റിസ്കി, അതായത് സ്പോർട്സ്, ബൈക്ക് റൈഡിങ്, കാർ റേസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. വാട്ടർ സ്പോർട്സ്, ജല സംബന്ധമായിട്ടുള്ള സ്പോർട്സുകൾ ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം ഫിസിക്കൽ ഇഞ്ചുറി, ശാരീരികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങളുടെ കുട്ടികൾക്ക് ഈ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. അവർക്ക് പല പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാകാനും ഈ ഒരു മാസം നിറയെ അവസരങ്ങളുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. ഇടവം രാശി ലഗ്നം സൂര്യൻ. ഈ ഒരു മാസം നിങ്ങൾക്ക് പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായിരിക്കും കൂടുതലായിട്ട് സംഭവങ്ങൾ നടക്കുക. മാസത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ 2 ആഴ്ച വീടിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്. വീട് മാറുക, വീടിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക, വീട് ഡെക്കറേറ്റ് ചെയ്യുക, വീടിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ വാങ്ങിക്കുക, വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാകുക, ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടാകുക, കല്യാണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ കുട്ടി ഉണ്ടാകുക, നിങ്ങളുടെ മാതാവിന് വളരെയധികം സന്തോഷം തോന്നുന്ന അവസരം, മാതാവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം, ഇതെല്ലാം മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച ഉണ്ടാകും. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി വീട്ടിൽ കൊണ്ടുവന്ന് തീർക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നതാണ്. പക്ഷേ അതൊരു ഭാരപ്പെട്ട രീതി ആയിരിക്കുകയില്ല. ശുക്രനാണ് 4ാമത്തെ ഭാവത്തിലൂടെ മാസത്തിൻ്റെ തുടക്കം ഉള്ളത്. അതിനാൽ ശുക്രൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹമായതിനാൽ വീടിനുള്ളിൽ നല്ലൊരു സ്നേഹബന്ധം വീട്ടുകാരുമായിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ പലതരം കംഫർട്ട്, വീട്ടിലെ ജീവിതത്തിനെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്ന, വീട്ടിലെ അംഗങ്ങളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയവും കൂടിയാണ്. വീട്ടിൽ അതിഥികൾ ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. വളരെ നാളുകളായി കാണാതിരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാനുള്ള ഒരു അവസരമാണ്. വീട്ടിൽ എന്താണെങ്കിലും ഈ മാസം നിങ്ങൾ പുതിയൊരു വസ്തു വാങ്ങിക്കുന്നതാണ്. പൂന്തോട്ടം മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ പുതിയൊരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരം ഈ ഒരു മാസമുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും ഈ ഒരു മാസം വളരെ പ്രധാനമാണ്. കുട്ടികളുടെ കാര്യം കൂടുതലായിട്ട് തെളിഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത് എന്നൊരു കാര്യത്തിനെക്കുറിച്ചുള്ള കൂടുതൽ ഡിസ്കഷൻ നടക്കുന്ന സമയമാണ്. അതിനെക്കുറിച്ചുള്ള ധാരാളം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കുട്ടികളുള്ള പേരൻസിന് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം പുതിയൊരു ലെവലിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവർക്ക് പുതിയ പ്രോജക്റ്റുകൾ, കല്യാണപ്രായമായ കുട്ടികൾക്ക് പുതിയ പ്രൊപ്പോസൽസ് വരിക, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് നടക്കുക, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ പുതിയ ഇൻവെൻഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കുക. അതായത് അവർ മ്യൂസിക് ക്ലാസ്സിനോ കരാട്ടെ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഗിറ്റാർ ക്ലാസ്സിനോ ഒക്കെ പോയി ജോയിൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ, അനുവാദം നിങ്ങളോട് ചോദിക്കുകയും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുട്ടികളും നിങ്ങളും തമ്മിലുള്ള ബോണ്ട്, ആ ഒരു അടുപ്പം വളരെയധികം വർദ്ധിക്കുന്നതുമാണ്. ഈ കുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു കുട്ടികളില്ലാത്ത ദമ്പതികൾക്കാണെങ്കിൽ വേറൊരു ഡോക്ടറെ കണ്ട്, നിങ്ങൾ ഇതുവരെ ഒരു ഡോക്ടറായിരിക്കും കാണുന്നത്, വേറൊരു ഡോക്ടറെ കണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു സമയവും കൂടിയാണ്. ദയവായിട്ട് ഈ ഒരു ഉപദേശം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളുമായിക്കോട്ടെ, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുകയും നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് സംഗീതമായിക്കോട്ടെ, അല്ലെങ്കിൽ എഴുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണ്. ഈ താല്പര്യം, നിങ്ങളുടെ ഈ ഒരു വശം മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുകയും നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നതാണ്. മറ്റുള്ളവരുടെ കണ്ണിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു നല്ല സമയമാണ്. സിനിമ, ആർട്സ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്, ഫാഷൻ, സ്റ്റൈലിംഗ് എന്ന ഡൊമൈനിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാർക്കും ഇത് അവരുടെ അഭിപ്രായങ്ങൾ ഉറക്കെ പറയാനുള്ള ഒരു നല്ല അവസരമാണ്. അവർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് വിസിബിലിറ്റി ലഭിക്കുകയും ചെയ്യുന്നതാണ്. സിംഗിൾസ് ആയിട്ടുള്ള ഇടവം രാശിക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാനുള്ള അവസരമാണ്. പക്ഷേ അതൊരു പ്രേമബന്ധത്തിലേക്ക്, ഡീപ്പായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അത് വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അനാവശ്യമായിട്ടുള്ള പ്രോമിസ് കൊടുക്കൽ, അനാവശ്യമായിട്ടുള്ള പ്രോമിസുകൾ വാങ്ങൽ, അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷകൾ ദയവായിട്ട് ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയം അതിന് നല്ലതല്ല. ജസ്റ്റ് കാഷ്വലായിട്ടുള്ള സംസാരത്തിന് മാത്രമാണ് ഈ ഒരു സമയം നല്ലത്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ്സിനെ വേറൊരു ലെവലിലേക്ക് സ്റ്റെപ്പ് ചെയ്യാനുള്ളൊരു അവസരവും കൂടിയാണ് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുക. ഈ മാസത്തിൻ്റെ മിക്ക ദിവസവും ജോലിസ്ഥലത്ത് ഒരു ക്രൈസിസ് പോലെ അനുഭവപ്പെടാം. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു കഴിവും കൂടിയുണ്ട്. ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങൾ, പല വിധത്തിലുള്ള സ്ട്രഗിൾസ്, ജോലിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ള ഒരു സ്ട്രെസ്സ്,
ജോലിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ള ഒരു നിങ്ങളുടെ അധികാരികളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ, ഇതെല്ലാം ഒരു പക്ഷേ നിങ്ങളെ അല്പം നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ എക്സ്പെക്റ്റേഷൻ, ആ പ്രതീക്ഷയിലേക്ക് ഉയരാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നല്ല സമയമാണ്. ജിമ്മിൽ പോകാനും പുതിയ ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള നല്ല സമയമാണ്. അനാവശ്യമായിട്ടുള്ള ഓഫീസ് പൊളിറ്റിക്സ് ഒഴിവാക്കുക. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുന്നത് ദയവായിട്ട് ഒഴിവാക്കിയാൽ ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾക്ക് പുതിയ വളർത്തുമൃഗങ്ങളെ ലഭിക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളെ കാണാനും അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ സംഭവിക്കാനും ഉള്ള സമയമാണ്. എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. മിഥുനം രാശി, ലഗ്നം സൂര്യൻ. നിങ്ങൾക്ക് ഈ മാസം വളരെ തിരക്ക് നിറഞ്ഞ മാസമാണ്. ഈ തിരക്ക് നിറഞ്ഞൊരു ജീവിതം സെപ്റ്റംബർ തൊട്ടേ തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു രണ്ടാമത്തെ ആഴ്ച വരെ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ഉണ്ടായിരിക്കും. ഈ മൾട്ടി ടാസ്കിങ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നിങ്ങൾക്ക് എഴുതാനുണ്ടാകാം, പഠിക്കാനുണ്ടാകാം, നെറ്റ്വർക്ക് മീറ്റിങ്ങുകളുണ്ടാകാം, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകാം, ഓഫ്ലൈൻ മീറ്റിംഗ് ഉണ്ടാകാം. നിങ്ങൾക്ക് വേരിയസ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ്, ഇവയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ധാരാളമായിട്ടുണ്ടാകാം. ടെക്നിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, സൈക്കോളജി ടീച്ചേഴ്സ്, കൗണ്ടിങ്, നമ്പറിംഗ് എന്ന ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കും ഇതൊരു വളരെ തിരക്ക് നിറഞ്ഞൊരു സമയമാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു നല്ലൊരവസരമാണ്. ചെറിയ സർട്ടിഫിക്കേഷൻസ് എടുക്കാനുള്ള നല്ല സമയമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറുകൾ, അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു അടുത്തുള്ള സ്ഥലത്തേക്കാണെങ്കിലും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ, ഒരു ഓഫീസിൽ തന്നെ അകത്തുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും അതിനുള്ള സമയം ധാരാളമായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ മഹാദശാപഹാരം ഈ ഒരു സമയത്ത് ട്രാൻസ്ഫർ സൂചിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതാണ്. ധാരാളം ആശയവിനിമയങ്ങളുള്ള മാസമാണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങാനുള്ള നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ, നെറ്റ്വർക്ക് സർക്കിളുകൾ, ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വീടും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. വീടിനുള്ളിലെ പല ന്യൂനതകളും ഈ മാസം നിങ്ങൾക്ക് ദൃശ്യമാകും എന്നുള്ളതാണ്. ചിലപ്പോൾ വീടിൻ്റെ ഒരു കോർണർ അത്ര ഒരു നല്ലതല്ലായിരിക്കും. ആ ഒരു മൂല മെച്ചപ്പെടുത്താനുള്ളൊരു നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബാത്റൂം പൈപ്പിംഗ് ഫിറ്റിംഗ് ആക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡോറിൻ്റെ ലോക്ക് റിപ്പയർ ചെയ്യുക, അങ്ങനെ പല റിപ്പയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മാസം സംഭവിക്കുന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധങ്ങൾമേൽ, വീടിനകത്തുള്ള ബന്ധങ്ങൾമേൽ, നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ, നിങ്ങൾ ബന്ധുക്കളെപ്പോലെ കരുതുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് വെളിവാകുന്നതാണ്. അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് പരസ്പരം അറിയുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ഒരു സൂര്യൻ അത്ര ഒരു നല്ലതല്ല. അതിനാൽ വീടിനുള്ളിൽ പലപ്പോഴും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നതാണ്. ദയവായിട്ട് ഈ സമയം വീട്ടുകാരുമായിട്ട് യാതൊന്നും ഒളിച്ചു വെക്കാതിരിക്കുക. വീട് റിപ്പയർ ചെയ്യുക, റീലൊക്കേഷൻ, വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറുക, ചെറു യാത്രകൾ, നിങ്ങൾക്ക് ഒറ്റയ്ക്കും കൂട്ടമായിട്ടും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ, ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. വീട്ടിലെ വസ്തു, അതായത് പൂർവിക സമ്പത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളും, നിങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഇമോഷണലായിട്ടുള്ള ചിന്തകളും, നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങളെ വേറൊരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് പോലെ നിങ്ങളെ കൺസിഡർ ചെയ്തു എന്നുള്ള പരാതിയും ഈ മാസം നിങ്ങൾക്ക് അധികമായിട്ടുണ്ടാകുന്നതാണ്. ഇത് ജസ്റ്റ് താൽക്കാലികമായിട്ടുള്ള ഒരു പരാതിയാണ്. അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ 10ാം ഭാവവും ജോലിയുടെ ഭാവവും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ജോലിക്കുള്ള അവസരങ്ങളുണ്ടാകാം. പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ സ്കിൽഡ് അപ്ഡേഷൻ നടക്കുന്ന സമയമാകാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ മാസം നോക്കാവുന്നതാണ്. ഇനി മാസത്തിൻ്റെ അധിക ദിവസവും നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കലാപരമായിട്ടുള്ള കഴിവുകൾ. പക്ഷേ ഈ കലാപരമായിട്ടുള്ള കഴിവുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനാണെങ്കിൽ അത് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കണം. കാരണം ചൊവ്വ ഈ 5ാം ഭാവത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ പലപ്പോഴും പല വിധത്തിലുള്ള ചിലവുകൾ വന്നു ചേരാവുന്നതാണ്. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ അനാവശ്യമായിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത് ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാൽ കണ്ണും അടച്ചൊന്നും ചെയ്യാതിരിക്കുക. നല്ല പ്ലാനിങ്ങോടുകൂടി മാത്രമേ ചെയ്യാവുള്ളൂ. മന്ത്രം പഠിക്കാനുള്ള സമയമാണ്. തന്ത്രം, അസ്ട്രോളജി, ടാരോ, ന്യൂമറോളജി എന്നിവ പഠിക്കാനുള്ള സമയമാണ്. കൂട്ടുകാരുമായിട്ടുള്ള തർക്കങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ള കറക്കം, സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ മ്യൂസിക്കൽ നൈറ്റിന് പോവുക, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡീസ് കാണാൻ പോവുക, ഇവയെല്ലാം ഈ ഒരു മാസം സാധ്യമാണ്. പ്രേമബന്ധത്തിലും വിവാഹബന്ധത്തിലും തർക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ അഡ്വൈസ് എടുക്കുന്ന സമയമാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് എന്തുകൊണ്ട് കുട്ടികളില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും കൂടിയാണ് ഈ ഒരു ഒക്ടോബർ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു.
കർക്കിടക രാശി, സൂര്യൻ ലഗ്നം. കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ 2 ആഴ്ച സാമ്പത്തികമായിട്ടുള്ള വരവും ചിലവും ഉണ്ടാകുന്നതാണ്. തമ്മിൽ ബാലൻസ് കാണുകയില്ല. പക്ഷേ അതിൽ അത്രമാത്രം ആശങ്കപ്പെടാനൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറിപ്പോകും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഫിനാൻസ് എക്സ്പെർട്ടിനെ കാണാനും കോസ്റ്റ് കട്ടിങ് ചെയ്യാനും ബഡ്ജറ്റിങ് ചെയ്യാനും പുതിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാനുമുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ്. ഫൈൻ ഡൈനിങ്, നല്ല ഭക്ഷണം കഴിക്കാനും വീട്ടുകാരുടെ കൂടെ അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനും ഈ മാസം നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ കോഴ്സ് പഠിക്കാനും പാർട്ട് ടൈം ജോബ് കിട്ടാനും ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടാനും അല്ലെങ്കിൽ ഒരു പുതിയ ജോബ് തന്നെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണ്, മൂക്ക്, വായ എന്നീ ഏരിയയിൽ, മുഖം എന്നിവ ഏരിയ മെച്ചപ്പെടുത്താനുള്ള ട്രീറ്റ്മെൻറ്റുകളും, ഫോർ എക്സാമ്പിൾ പല്ലാണെങ്കിൽ റൂട്ട് കനാൽ, നിങ്ങളുടെ സ്ത്രീകളാണെങ്കിൽ മൂക്ക് കുത്താനുള്ള അവസരം, അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാനുള്ള അവസരം, പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള അവസരം, ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ മാസം വളരെ തിരക്ക് നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൾട്ടി ടാസ്കിങ്, ഒരേ സമയം തന്നെ പല ജോലികൾ, അത് വീട്ടിലാവട്ടെ ഓഫീസിലാവട്ടെ ചെയ്യേണ്ട അവസ്ഥകളുണ്ടാകാം. റൈറ്റിംഗ്, എഴുത്ത്, പബ്ലിഷിംഗ്, അധ്യാപനം, കൗൺസിലിംഗ്, IT, അക്കൗണ്ടിങ്, HR, അങ്ങനെ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ടെക്നിക്കൽ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ മൾട്ടി ടാസ്കിങ് ഉണ്ടാകാം, ആഡ് ഓൺ പ്രൊജക്റ്റുകൾ ഉണ്ടാകാം, കമ്മ്യൂണിക്കേഷൻ, നിരവധി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങാനുള്ള അവസരമുണ്ടാകാം. അങ്ങനെയെല്ലാം ഈ ഒരു മാസം വളരെ തിരക്ക് നിറഞ്ഞൊരു മാസമാണ്. നിങ്ങളുടെ ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗം വളരെയധികം ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ നിങ്ങൾക്ക് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ വേർട്ടിഗോ അല്ലെങ്കിൽ തോൾ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളത് മുൻകരുതൽ എടുത്തില്ല എങ്കിൽ ഈ ഒരു സമയം അത് അധികരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. നിരവധി ആശയവിനിമയങ്ങൾ കാരണം നിങ്ങളുടെ ഒരു ഡെയിലി പ്ലാൻ തന്നെ തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നേരത്തെ നിശ്ചയിച്ചു വെച്ച അപ്പോയിൻമെൻറ്റുകൾ പോലും മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ ഒരു നല്ലൊരു പ്രോപ്പർ പ്ലാൻ തയ്യാറാക്കി മാത്രം ഈ മാസത്തിലേക്ക് പോവുക. ഈ മാസത്തിൻ്റെ ഒരു 2ാമത്തെ ആഴ്ചയുടെ വീട്ടിലേക്കുള്ള ശ്രദ്ധ വളരെ അധികമാകും. വീട്ടിൽ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ, പേഴ്സണൽ മീറ്റിംഗ്, ഫ്രണ്ട്സിനെ കാണുക, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോവുക, നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുക, നിങ്ങളെ ബന്ധുക്കൾ കാണാൻ വരിക, വീട് റിപ്പയർ ചെയ്യുക, വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുക, വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുക, വീട്ടിൽ തർക്കങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, ഇവയെല്ലാം കൊണ്ടും ഈ മാസം വളരെ തിരക്ക് നിറഞ്ഞ മാസമാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടായാലേ പറ്റൂ. ഈ മാസം നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വച്ചാൽ പോലും അതൊരു നഷ്ടമാവുകയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അലാം ക്ലോക്ക് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അലാം ക്ലോക്ക് സെറ്റ് ചെയ്താൽ മാത്രമല്ല അത് റിക്കറൻ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഒത്തിരി മാത്രം ജോലി ഉള്ളതുകൊണ്ട് നാച്ചുറലി നിങ്ങളുടെ ശരീരം അല്പം വീക്കായിരിക്കും. അത് അസുഖമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതില്ല. അപ്പോൾ നല്ല ഉറക്കം ആവശ്യമുള്ളൊരു മാസമാണ് ഒക്ടോബർ മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. ചിങ്ങം രാശി, ലഗ്നം, സൂര്യൻ. നിങ്ങളുടെ വ്യക്തി ജീവിതം ആദ്യത്തെ 2 ആഴ്ച ഭയങ്കരമായിട്ട് ഹൈലൈറ്റഡ് ആയിരിക്കും. നാച്ചുറലി ചിങ്ങം ലഗ്നക്കാരാണെങ്കിലും ചിങ്ങം രാശിക്കാരാണെങ്കിലും ചിങ്ങം സൂര്യൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ അകപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു അവസരമാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുക. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു പബ്ലിക് അറ്റൻഷൻ, നിങ്ങളിൽ പല രീതിയിൽ പബ്ലിക് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു സമയമാണ്. ശുക്രൻ നിങ്ങളുടെ രാശിയിൽ കൂടെ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശുക്രൻ നിങ്ങളിലെ ആകർഷണീയതയെ പല രീതിയിൽ, അത് സൗന്ദര്യം കൊണ്ട് വർദ്ധിപ്പിക്കാം, ബുദ്ധി കൊണ്ട് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പബ്ലിക് അപ്പീൽ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം എല്ലാവരെയും, നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെയും മാത്രമല്ല ഈ പ്രപഞ്ചത്തിനെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ദൈവം കൊണ്ടു തന്നിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ ശൈലി വർദ്ധിപ്പിക്കാനും എല്ലാം നല്ലൊരു മാസമാണ്. അതിനാൽ ഈ ഒരു മാസം വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആകർഷണീയത കണ്ട് സിംഗിളായിട്ടുള്ള ചിങ്ങം രാശിക്കാർക്ക് പ്രൊപ്പോസലുകൾ വരെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പുതിയ ജോബ് കോളുകൾ, പുതിയ ബിസിനസ് എഗ്രിമെൻറ്റ്സ് ഇവയെല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുപരിപാടികളിൽ, അത് പാർട്ടി ആയിക്കോട്ടെ കല്യാണമായിക്കോട്ടെ അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഈ ഒരു മാസം ലഭിക്കുന്നതാണ്. ഈ മാസത്തിൻ്റെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിങ്ങം രാശിക്കാർക്കാണെങ്കിലും സൂര്യൻ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ചിങ്ങം ലഗ്നക്കാർക്കാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ക്രൈസിസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഈ മാസം തുടർന്നു പോകുന്നതാണ്. അതിനാൽ സാമ്പത്തിക ക്രയവിക്രയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മാസം നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ചാൻസ് ഉണ്ട്.
അല്ലെങ്കിൽ FD ബ്രേക്ക് ചെയ്യുക, അങ്ങനെ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് അത് ലീഗലി അപ്രൂവ്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ മണി ചെയിൻ പോലുള്ള പ്രൊജക്റ്റിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു മാസം നിങ്ങളെല്ലാത്തിനും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. കാരണം നിങ്ങൾ സൂര്യൻ ഭരിക്കുന്ന രാശി ആയതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഡ്വൈസ് ആവശ്യമില്ല എങ്കിലും പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള പൈസ ഇടപാടുകൾ വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുഖത്തെ ഓർഗൻസിൻ്റെ ഫേഷ്യൽ ഓർഗൻസ്, കണ്ണായിക്കോട്ടെ, മൂക്കായിക്കോട്ടെ, വായായിക്കോട്ടെ, പല്ലായിക്കോട്ടെ, ഇവയുടെയൊക്കെ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളൊരു സമയം കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാനും പാർട്ട് ടൈം ജോബ് കിട്ടാനും ഫ്രീലാൻസ് ജോബ് കിട്ടാനും പുതിയ ജോബ് വരെ കിട്ടാനുമുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താനുള്ള സമയമാണ്. നിങ്ങളുടെ മഹാദശ അപഹാരം അനുകൂലമാണെങ്കിൽ ഇവയിലെല്ലാം തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വരുന്നതാണ്. പക്ഷേ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണവും വളരെ തണുത്ത ഭക്ഷണവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം സൂര്യൻ 2ാം ഭാവത്തിന് മേൽ പോകുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ഡൈജസ്റ്റീവ് ഓർഗൻസ് അത്രമാത്രം കോപ്പറേറ്റ് ചെയ്യുകയില്ല. അതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ഷണ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം നിങ്ങൾ 2ാം ഭാവത്തിലൂടെ സൂര്യൻ പോകുമ്പോൾ വളരെ തീക്ഷ്ണതയോടെ സംസാരിക്കുകയും അതുവഴി തർക്കങ്ങളുണ്ടാകുകയും അത് കുടുംബത്തിലാവട്ടെ ജോലിയിലാവട്ടെ തർക്കങ്ങളുണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിരവധി ജോലികൾ ഈ ഒരു മാസം വന്നു ചേരുന്നതാണ്. മൾട്ടി ടാസ്കിങ്, വീട് സംബന്ധമായിട്ടുള്ള ജോലികളും എഴുത്ത്, പബ്ലിഷിംഗ്, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ്, കൗണ്ടിങ്, നമ്പറിങ്, ഇതിൽ നിന്നുള്ള ഓപ്ഷൻസ് ജോലികളെല്ലാം തന്നെ വന്നു ചേരുന്നതാണ്. അതിനാൽ നിങ്ങൾ വളരെയധികം ബിസി ആയിരിക്കും മാസത്തിൻ്റെ ഒരു 2ാമത്തെ ആഴ്ച തൊട്ട്. ട്രാൻസ്ഫറുകൾ ലഭിക്കാനും ഷോർട്ട് ട്രിപ്പുകൾ, ചെറിയ യാത്രകൾ പോകാനും സഹോദരങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കാനും, അത് പുതിയ ജോലി കിട്ടുക, അവർ വേറെ സ്ഥലത്തേക്ക് പോവുക, അവർ പുതിയ കോഴ്സുകൾ പഠിക്കുക, അവരുടെ കല്യാണം നടക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കാനും, നെറ്റ്വർക്ക് മീറ്റിങ്ങുകൾ നടക്കാനും ഓൺലൈൻ ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ നടക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീട് വിൽക്കാനും വാങ്ങാനും വീട്ടിൽ നിന്നുള്ള യാത്ര ചെയ്യാനും വീട്ടിലെ ആൾക്കാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. ഈ ഒരു മാസം ആദ്യം ഇച്ചിരി കുറച്ച് സ്ലോ ആണെങ്കിലും പിന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും ആ ഒരു സ്പീഡ് പിടിച്ചു പോകേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയെന്ന് വരികയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. കന്നി രാശി, ലഗ്നം സൂര്യൻ. നിങ്ങളുടെ ഈ മാസത്തിൻ്റെ തുടക്കം അല്പം മൗനമായിട്ടായിരിക്കും. ഒരു 2ാമത്തെ ആഴ്ച തൊട്ടായിരിക്കും ഇത് കാര്യങ്ങൾ വേഗത്തിലാകാൻ പോകുന്നത്. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ പ്രൈവറ്റായിട്ടിരിക്കുകയും മൗനമായിട്ടിരിക്കുകയും ബിഹൈൻഡ് ദ സീൻസ്, അതായത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വെളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ചുറ്റുമുള്ളൊരു മതിൽ ബ്രേക്ക് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിൽ യാതൊരു തെറ്റും തോന്നേണ്ട ആവശ്യമില്ല, അതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യവുമില്ല. പ്രപഞ്ചം ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിങ്ങൾക്ക് ചുറ്റും മതിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള ബെസ്റ്റ് സമയമാണ്. ഈ സമയം നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അതിനെന്തൊക്കെ റിസൾട്ടുകൾ ഉണ്ടായി എന്നും ഭാവിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഡിസ്കഷൻ, സെൽഫ് ഡിസ്കഷൻ നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ളൊരു സമയമാണ്. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ കാണാനും സ്പിരിച്വാലിറ്റി രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഉള്ള സമയമാണ്. അതുകൊണ്ട് പലരും തന്നെ പ്രാർത്ഥന, മെഡിറ്റേഷൻ, ധ്യാനം, തീർത്ഥാടനം എന്നിവയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നതാണ്. ഉറക്കത്തിൽ പലതരം സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വളരെ മധുരവും ഇമോഷണലും ആയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ചിലപ്പോൾ രാവിലെ ഉണ്ട് നിങ്ങൾ ഈ സ്വപ്നങ്ങൾ ഓർത്ത് വിതുമ്പിക്കരഞ്ഞു എന്ന് വരാം. അതുപോലത്തെ ഇമോഷണലായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഈ സ്വപ്നങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വളരെയധികം സിഗ്നലുകളാണ് തരുന്നത്. ഈ സിഗ്നലുകൾ ഭാവിയിലേക്കുള്ള കോഡുകളാണ്. നിങ്ങളത് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ ഇമോഷണലി, വൈകാരികമായും ആത്മീയമായും ശക്തിപ്പെടുത്താൻ കഴിവുള്ള ആൾക്കാരുമായിട്ട് ആണ് സംസാരിക്കേണ്ടത്. അല്ലാതെ എല്ലാവരോടും പോയി സ്വപ്നത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിലെ ആ സ്വപ്നങ്ങളിലെ സന്ദേശങ്ങൾക്ക് ബലം കുറയ്ക്കാനല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുമായി വളരെയധികം പ്രൈവറ്റായിട്ടുള്ള സെറ്റിങ്ങിൽ പോയിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളെ ആന്തരികമായിട്ട് ബലപ്പെടുത്താനും നിങ്ങളുടെ ഒരു
ഒരു പുതിയ വ്യക്തിയായിട്ട് എമർജ് ചെയ്യാനുമുള്ളൊരു അവസരമാണ്. ഈ അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ദൂരദേശത്ത് താമസിക്കുന്നവർക്ക് ദൂരദേശത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ്, പല രീതിയിൽ സെറ്റിൽമെൻറ്റിനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കാം. നിങ്ങളുടെ ജാതകം അത് അനുവദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് കിട്ടുന്നതാണ്. ഈവൻ ദൂരെ യാത്രകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് കിട്ടുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ വ്യക്തി ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതം കൂടുതൽ പബ്ലിക്ലി, അത് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് നിങ്ങളുടെ വ്യക്തി ജീവിതം വളരെയധികം പബ്ലിക്ലി മൂവ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ ടാലൻ്റ് ഉണ്ട്. കന്യരാശിക്കാരുടെ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പെർഫെക്ഷനാണ്. പെർഫെക്ഷൻ എന്ന് വെച്ചാൽ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു ടാലൻ്റാണ്. ആ ടാലൻറ്റിനെ മറ്റുള്ളവരുടെ മുന്നിൽ ദൃശ്യമാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അല്പം ബുദ്ധിമുട്ടുണ്ടാകാം, അത് എല്ലാ ജോലിയിലും എല്ലാ രീതിയിലും നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് വരുന്നതാണ്. പക്ഷേ ആ ഒരു സഹനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പുതിയ വ്യക്തിയായി തീരാനും പുതിയ സൗന്ദര്യ ട്രീറ്റ്മെൻറ്റുകൾ ഏറ്റെടുക്കാനും ഒക്കെയുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതെല്ലാം നല്ല പ്ലാനോടുകൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിപ്പോകും. കാരണം കന്യരാശിയിൽ ബുധനും കൂടെ നിൽക്കുകയാണ്. ബുധൻ രാശിയിൽ സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ ആ വ്യക്തികൾക്ക് കൺഫ്യൂഷനുണ്ട്, ആശങ്കയുണ്ട്. ഇത് എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ഏത് വേണം ഏത് വേണ്ട എന്നൊരു ചിന്ത ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. പുതിയ ജോബുകളുണ്ടാകാം, പുതിയ ബിസിനസ് കോൺട്രാക്റ്റുകളുണ്ടാകാം, പലതരം പരിപാടികളിൽ, കല്യാണമാവട്ടെ, പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് നെറ്റ്വർക്കിംഗ് ആവട്ടെ, ഓൺലൈൻ ആവട്ടെ, ഓഫ്ലൈൻ ആവട്ടെ, ഇതിലെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനി മാസത്തിൻ്റെ ഒരു രണ്ടാമത്തെ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് ധാരാളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമുണ്ടോ, നിങ്ങളുടെ കടങ്ങൾ എങ്ങനെ സെറ്റിൽ ചെയ്യാം, ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതാണ്. ഇത് വളരെ നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ഒരു ഫിനാൻസ് സ്ട്രീം ലൈൻ നല്ലൊരു രീതിക്ക് കൊണ്ടുവരാനായിട്ട് ഇത് നല്ല സമയമാണ്. നിങ്ങൾ ലോൺ എടുക്കാനും ടാക്സ്, PF ഇൻഷുറൻസ് എന്നിവ സെറ്റിൽ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കട്ടിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ മാസം വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നുള്ളതാണ്. ഈ ഒരു സമയം പുതിയൊരു ഫിനാൻഷ്യൽ പ്ലാനുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ദയവായിട്ട് ആദ്യം ചെക്ക് ചെയ്യുക, ഇതൊരു ലീഗലായിട്ടുള്ള പ്ലാനാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള മണി ചെയിൻ പോലുള്ള തട്ടിപ്പ് പ്രോഗ്രാമാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്നുള്ളതാണ്. പുതിയ ജോലി കിട്ടാനായിട്ട്, പുതിയ കരിയർ സ്കില്ല് പഠിക്കാനായിട്ട്, പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ടും ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടാനായിട്ടുമുള്ള എല്ലാ അവസരങ്ങളും ഈ മാസമുണ്ട്. ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മാസമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഫ്രീ വില്ലാണ്. പ്ലാൻ ചെയ്യുക. അതുപോലെ സംസാരം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം രണ്ടാം ഭാവത്തിലൂടെ സൂര്യൻ പോകുമ്പോൾ വളരെ തീക്ഷ്ണമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ബന്ധങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുകയും ചെയ്യും. അത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിരവധി ജോലികൾ ഒരേ സമയം ചെയ്യേണ്ടതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ്, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. യാത്രകൾ ഉണ്ടാകാം, ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഓഫീസ് ഒരു 3 നിലയാണെങ്കിൽ 3ാമത്തെ നിലയിലാണ് നിങ്ങൾ ഇതുവരെ ഇരുന്നത്, 1ാമത്തെ നിലയിലേക്ക് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരെ ഉണ്ടാകാം എന്നുള്ളതാണ്. പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മൾട്ടി ടാസ്കിങ്ങുകളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ മാസം വന്നു ചേരാം. ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗങ്ങൾ വളരെയധികം സെൻസിറ്റീവാണ്. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ വേർട്ടിഗോ, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, തോളുവേദന, കൈവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം സ്പെഷ്യലായിട്ട് ശ്രദ്ധ കൊടുക്കണം. ധാരാളം മീറ്റിങ്ങുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ മീറ്റിംഗ്, എഴുതാനും പബ്ലിഷ് ചെയ്യാനും പുതിയ കോഴ്സ് പഠിക്കാനും ഒക്കെയുള്ള സമയമാണ്. ഇതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മാസമാണ്, എല്ലാം കൊണ്ടും പ്രൊഡക്റ്റീവായിട്ടുള്ള മാസമാണ്. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു മാസമാണ് ഒക്ടോബർ മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. തുലാം, സൂര്യൻ ലഗ്നം, രാശി. ഈ ഒരു മാസം തുടക്കം തന്നെ വളരെ നല്ലൊരു തുടക്കമായിരിക്കും. കാരണം നിങ്ങളുടെ 11ാം ഭാവത്തിൽ, ലാഭഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ട്. അതിനാൽ ലാഭങ്ങൾ കിട്ടാനുള്ള, ഏത് ടീം പ്രോഗ്രാമിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് കിട്ടാനുള്ളൊരു അവസരമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഡയറക്റ്റ്ലി നിങ്ങൾ ആ ടീമിൽ ഒരു അംഗമാവുകയില്ല എങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ബെനിഫിറ്റ് ആദ്യത്തെ 2 ആഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ മാത്രം നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതിനാൽ സുഹൃത്തുക്കളെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്.
മ്യൂച്വലായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കും, നിങ്ങൾ സുഹൃത്തുക്കളെ സഹായിക്കും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ് കൊണ്ടുവരും എന്നുള്ളതാണ്. പുതിയ സുഹൃത്തുക്കളെ കിട്ടാനും സുഹൃത്തിൽ നിന്ന് പഠിക്കാനും ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന എഡ്ടെക്, ഫിൻടെക്, സ്പേസ്, അങ്ങനെ പല അഡ്വാൻസ് ടെക്നോളജി, ചാരിറ്റി, ഫോറിൻ കൊളാബറേഷൻസ് എന്നിവയിൽ പലതരം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. ഫോറിൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിങ്ങൾക്കൊരു മതിപ്പ് ലഭിക്കാനുള്ളൊരു മാസമാണ്. നിങ്ങളുടെ ടീമിലെ എതിർ ലിംഗത്തിൽപ്പെട്ട ആൾക്കാർ, ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ആൾക്കാർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ തന്നെ പോളിഷ് ചെയ്ത് വേണം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഒരു പ്രേമബന്ധം ഉടലെടുക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ മഹാദശ അപഹാരം അതിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രേമബന്ധം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതവും ഒക്കെ ഈ ഒരു ലോങ് ടേം ബന്ധത്തിൻ്റെ ബലത്തിൽ മെച്ചപ്പെടുത്താനുള്ള അവസരം ലഭിക്കാം. പക്ഷേ ഒരു രണ്ടാമത്തെ ആഴ്ച തൊട്ടൊരു സൈലൻ്റ് ആകാനുള്ളൊരു ആഗ്രഹമുണ്ടാകും. അതിൽ തെറ്റൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒരു സൈലൻസ് നല്ലതാണ്. പ്രത്യേകിച്ചും തുലാം രാശിക്കാരായ നിങ്ങളൊരു വായുരാശിയാണ്. വായുരാശിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരെപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് പോയി അവർ നെറ്റ്വർക്കിങ്ങിൻ്റെ ആൾക്കാരാണ്. അവരെപ്പോഴും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ അവരുടെ കൂട്ടത്തിൽ നിർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. പക്ഷേ ഈ സമയം രണ്ടാമത്തെ ആഴ്ചയുടെ നിങ്ങൾ അല്പം സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. അത് നല്ലതാണ്. കാരണം ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് ആത്മീയമായിട്ട് ശക്തിപ്പെടുത്താനും ആത്മീയമായിട്ട് ബലപ്പെടുത്താനും ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കാനുമുള്ള സമയമാണ്. ഈ സമയം പ്രപഞ്ചം നിങ്ങൾക്ക് അല്പം തീക്ഷ്ണമായിട്ടുള്ള സ്വപ്നങ്ങൾ എറിഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ഉറക്കത്തിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എറിഞ്ഞു തരുമ്പോൾ ഈ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇൻറ്റ്യൂഷൻ വരികയും ഈ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും ഭാവിയിലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കുള്ളൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നതും ആണ്. അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ രണ്ടാമത്തെ ആഴ്ചയോടെ നിങ്ങളുടെ ലൈഫിനെ മാനേജ് ചെയ്യാനായിട്ട്. അനാവശ്യമായിട്ടുള്ള എഴുത്തുകുത്തുകൾ, അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷനൊക്കെ ദയവായിട്ട് ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ച പറ്റുന്നതാണ്. ചാരിറ്റി പ്രോഗ്രാമുകൾ, പ്രാർത്ഥന, ധ്യാനം ഇവയെല്ലാം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി അതിനുശേഷം നിങ്ങളുടെ ഒരു വ്യക്തി ജീവിതം വളരെയധികം പുഷ്ടിക്കുന്നതാണ്. നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് ആയിത്തീരുന്നതാണ്. പുതിയ കൂട്ടുകെട്ടുകളുണ്ടാകാം, പുതിയ റിലേഷൻഷിപ്പ്, സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ റിലേഷൻഷിപ്പ്, പുതിയ ബിസിനസ് പ്ലാനുകൾ, പുതിയ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പ്ലാനുകൾ, പബ്ലിക് മീറ്റിങ്ങുകൾ, കല്യാണം, പാർട്ടി, ബിസിനസ് നെറ്റ്വർക്കുകൾ, ബിസിനസ് കോൺട്രാക്റ്റുകൾ, 1-to-1 നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഈ മാസം വളരെയധികം അവസരങ്ങൾ നിറഞ്ഞൊരു മാസമാണ്. അതിനാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും ഈ ഒരു മാസത്തിൽ പ്രധാനമാണ്. പുതിയ ഒരു ഫിനാൻസ് പ്രോഗ്രാം സെറ്റ് ചെയ്യാനും കോസ്റ്റ് കട്ടിങ്, ബഡ്ജറ്റിങ് ഇവയ്ക്കും ഈ ഒരു മാസം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി കിട്ടാനും പുതിയ ജോലി കിട്ടാനും ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടാനും എല്ലാം നല്ല സമയമാണ്. ഈ ഒരു മാസം എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫുഡ് അലർജി ഉണ്ടാകാം. അനാവശ്യമായിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഒഴിവാക്കുകയായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് രണ്ടാമത്തെ ആഴ്ച തൊട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരം അല്പം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആ പതിവ് സോഫ്റ്റായിട്ടുള്ള ഒരു മൃദുവായിട്ടുള്ള സമീപനം വിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു അവസരം മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച തൊട്ടുണ്ടാകാം. അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് കൂടെ ശ്രദ്ധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മാസമാണ്. എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. വൃശ്ചിക രാശിക്കാർക്ക് മാസത്തിൻ്റെ തുടക്കത്തിലും മാസത്തിൻ്റെ ഭൂരിഭാഗവും സമയവും ജോലി ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പുതിയ ജോലി ലഭിക്കാനും പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനും കൂട്ടുകാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും സമാന മനസ്കരുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരാശയമുണ്ട്, ബിസിനസ് ഐഡിയ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ നിങ്ങൾ ഈ ഒരു മാസം കാണുന്നതാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ മഹാദശാപഹാരം ഈ ഒരു ജോലിയെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. അല്ലാത്തവർക്ക് ഈ ഒരു മാസം റെസ്യൂം പ്രിപ്പയർ ചെയ്യാനും റെസ്യൂം റീറൈറ്റ് ചെയ്യാനും ATSൽ പോയിട്ട് ATSൽ ട്രാക്കിംഗ് കിട്ടുന്ന പോലെ റെസ്യൂം ഫോർമാറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു അവസരമാണ്. ജോലി ഇല്ലാത്തവരാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ ഒഴിവ് സമയം ഏതൊക്കെ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് മനസ്സിലാകുന്ന സമയമാണ്. അവർ വരെ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ പോലും എനിക്കിഷ്ടം പോലെ സമയമുണ്ടല്ലോ, ഞാൻ ഈ സമയം എങ്ങനെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ ഒരു ആലോചനയിൽ വരുന്ന സമയമാണ്. സമൂഹത്തിന് മുന്നിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള സമയം, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വിസിബിൾ ആകുന്ന സമയം, നിങ്ങളുടെ പിതാവിന് കുറച്ച് സമ്പത്ത് കിട്ടുന്ന സമയം, പിതാവിന് ഏതെങ്കിലും രീതിയിൽ അംഗീകാരം കിട്ടുന്ന സമയം കൂടിയാണ്. പിതാവിൻ്റെ സമ്പത്ത് പിതാവ് നിങ്ങൾക്ക് തരുന്ന സമയം കൂടിയാണ്. വീടിനുള്ളിൽ പലതരത്തിലുള്ള പ്രോഗ്രാം, അത് കല്യാണം, ബർത്ത്ഡേ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത്,
പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. ഈ ഒരു മാസം കുറച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അധികാരികളുടെ മുന്നിൽ നിങ്ങൾ കൂടുതലായിട്ട് ദൃശ്യമാകുന്ന സമയമാണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൊടുത്തുവെങ്കിൽ അതിലെ ആ പ്രൊജക്റ്റ് റീവർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അധികാരികൾ നിങ്ങളോട് ആവശ്യപ്പെടാം. അധികാരികളുമായിട്ടുള്ള ചർച്ചകൾ, ഉദാഹരണത്തിന് HR-ഉമായിട്ട് അപ്രൈസലിനെ കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. ലോങ് ടേം ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാം, പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാകാം, IT, അഡ്വാൻസ് ടെക്നോളജി, ഫിൻടെക്, എഡ്ടെക്, സ്പേസ്, ഫിനാൻസ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുമുള്ളൊരു ചാൻസസ് വളരെയധികം ഉണ്ടാകുന്നതാണ്. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ ഇതിനെക്കുറിച്ച് കരിയറിനെയും ലോങ് ടേം പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെയായിരിക്കും ആലോചിക്കുന്നത്. ഇതിലൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വളരെയധികം ഈഗോയിസ്റ്റായിട്ട് മാറുകയും അതുവഴി ഈഗോ വച്ചുള്ളൊരു ആശയവിനിമയം ഉണ്ടാകുകയും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നൊരു അവസ്ഥാന്തരം വന്ന് സംഭവിക്കുന്നതാണ്. അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. മാസത്തിൻ്റെ ഒരു ആദ്യത്തെ 3-ാമത്തെ ആഴ്ച നിങ്ങൾ അല്പം സൈലൻ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കും. സൈലൻ്റ് ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനെ അനലൈസ് ചെയ്യുക. ഞാൻ എന്താണ് ചെയ്തത്, എനിക്ക് എന്താണ് വേണ്ടത്, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ചർച്ചകളുണ്ടാകാം. അങ്ങനെയുള്ള നിങ്ങളെ തന്നെ നിങ്ങൾ വിമർശനാത്മകമായിട്ട് വീക്ഷിക്കുന്ന സമയമായിരിക്കാം. നിങ്ങൾക്ക് ഒത്തിരി മാത്രം സ്വപ്നങ്ങളുണ്ടാകാം. ഈ സ്വപ്നങ്ങളെല്ലാം വളരെ തീക്ഷ്ണമായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും. ഈ സ്വപ്നങ്ങൾ ദൈവം നിങ്ങൾക്ക് അയച്ചിരുന്ന കോഡുകളാണ്. ഈ കോഡുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫ്യൂച്ചറിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആ സ്വപ്നത്തിൽ കാണിച്ച സിറ്റുവേഷൻ പോലെ സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ്. ഈ കോഡുകൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ശ്രദ്ധിക്കേണ്ട അവസരമുണ്ട്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, തീർത്ഥാടനം, ദൂരദേശയാത്രകൾ ഇവയെല്ലാം ഈ മാസത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. ധനു രാശി, ലഗ്നം സൂര്യൻ. ഈ ഒരു മാസം നിങ്ങൾ വളരെ ആത്മീയമായിട്ടൊരു ഇവോൾവ് ചെയ്യുന്നൊരു സമയമാണ്. കാരണം 9-ാം ഭാവം വളരെയധികം ആക്റ്റീവാണ്. പ്രാർത്ഥനയോടും ഫിലോസഫിയോടും മെഡിറ്റേഷൻ എന്നിവയോട് കൂടുതൽ താല്പര്യമുണ്ടാകാം. അമ്പല ദർശനം നടത്താനും പള്ളിയിൽ പോകാനും നിങ്ങളുടെ ജുമായിൽ പോകാനും ഒക്കെയുള്ള താല്പര്യം അധികരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സ്വന്തം മതത്തിനെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ള മതങ്ങളെയും കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള താല്പര്യം നിങ്ങളിൽ സംജാതമാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പഠനം, എഴുത്ത്, പബ്ലിഷിംഗ് എന്നിവയും ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. മീഡിയ രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും. ഹയർ സ്റ്റഡീസിന്, ഉപരിപഠനത്തിന് ഫോറിനിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ദീർഘനാളായി ദൂരയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള അവസരം ഈ ആദ്യത്തെ ഒരു 2 ആഴ്ച ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പിതാവിന് വളരെ നല്ല സമയമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് മെച്ചപ്പെടാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ കിട്ടാനും ഒക്കെയുള്ള ചാൻസസ് വളരെ അധികമായിട്ട് വരുന്നൊരു സമയമാണ്. ഈ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഒരാഴ്ച ഒരു വളരെയധികം ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിനെ കാണുന്നത്. അതിനുശേഷം 2-ാമത്തെ ആഴ്ചയോടെ നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള ചിന്തകളുണ്ടാകാം. കരിയർ മെച്ചപ്പെടുത്താനുള്ള അവസരം, പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള ഏറ്റവും അടുത്ത ഒരു അവസരമാണ്. നിങ്ങളുടെ മഹാദശ അപഹാരം ഈ ഒരു സമയത്ത് ജോലിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതാണ്. ഇതിലൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അധികാരികൾ നിങ്ങളോട് തർക്കിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അധികാരികളോട് തർക്കിക്കാം. അവരുമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം പല രീതിയിൽ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് പരാതി പറയുന്നതാണ്. പലതരത്തിലുള്ള ചർച്ചകൾ, HR-ൻ്റെ അടുത്തുള്ള ചർച്ചകൾ, അപ്രൈസലുകൾ, പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ, മീഡിയ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമുള്ള പുതിയ അവസരങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ ഒരു മാസം മുന്നോട്ട് പോകുമ്പോൾ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനും പുതിയ സുഹൃത്തുക്കളെ കിട്ടാനും ലോങ് ടേം ആയിട്ടുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യാനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. അതൊരു നല്ല സമയമാണ്. അതിനാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഈ ഒരു മാസം ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, എൻ്റെ ലോങ് ടേം പ്ലാൻ എന്താണ്, എനിക്ക് ലോങ് ടേം ആയിട്ട് സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ കിട്ടാനുള്ള ദീർഘനാളേക്കുള്ള പ്ലാനുകൾ ചെയ്യാനുള്ള സമയമുണ്ട്, എനിക്ക് അതിനുള്ള ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാന മനസ്കരായിട്ടുള്ള സുഹൃത്തുക്കളോട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ദീർഘനാളേക്കുള്ള പ്ലാനുകൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം ആവശ്യമാണ്. അവരെ വെറുപ്പിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അവരെ വെറുപ്പിക്കാതെ കൊണ്ടുപോയാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലും അല്ലെങ്കിൽ അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലും നിങ്ങൾക്ക്
കൊണ്ടുതരുന്നതാണ്. കാരണം അതിനാൽ അവരോടുകൂടിയുള്ള സമയത്ത് അവരോടുകൂടെ നിങ്ങളിരിക്കുമ്പോൾ അവരുടെ സംഭാഷണങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും നിങ്ങൾ കുറച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബെനഫിറ്റുള്ള പ്രോഗ്രാംസ് ലഭിക്കുന്നതാണ്. ദൂരദേശത്തു നിന്നുള്ള കോൺടാക്റ്റ് ലഭിക്കുന്നതാണ്. ഈ മാസം അവസാനം കുറച്ചൊരു ഒരു സൈലൻ്റ് ആയിട്ടിരിക്കും. മാനസികവും ശാരീരികവുമായിട്ടുള്ള അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ദയവായി സ്കാൻഡലുകൾ അല്ലെങ്കിൽ കിംവദന്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അനാവശ്യമായിട്ടുള്ള പൈസ ഇടപാടുകൾ ഇവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല ഹോസ്പിറ്റലിൽ പോകാനും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാനും ചാരിറ്റി പ്രോഗ്രാം ചെയ്യാനുള്ള സമയമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സ്വപ്നങ്ങൾ ധാരാളം നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കെല്ലാം കൊണ്ടും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. മകരം രാശി ലഗ്നം സൂര്യൻ. ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലാണ്. അത് ഏകദേശം ഒരാഴ്ചയെ കാണുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ പതുക്കെ അത് റിക്കവർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരാഴ്ച അധിക ചിലവ് വരുത്താതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അധിക ചിലവ് വരുത്തിയാൽ അത് ദീർഘനാളേക്ക് നിങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇടയ്ക്ക് പാർട്ട് ടൈം ജോലി വഴിയും കോൺട്രാക്റ്റ് ജോലി വഴിയും ബാലൻസ് ചെയ്യാനുള്ള പൈസ കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള ചിലവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലവുകൾ വന്നു ചേരുന്നതിനാൽ ഇതൊരു അല്പം ടൈറ്റായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ഭാര്യ ഭർത്താവ് അവർ നിങ്ങളോട് ചിലപ്പോൾ പൈസയ്ക്ക് കണക്ക് ചോദിക്കാം. അതും തർക്കത്തിൽ അവസാനിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ആഴ്ചയ്ക്ക് ശേഷം അതിലും ഒരു സൊല്യൂഷൻ ഉയർന്നു വരുന്നതാണ്. ടാക്സ്, PF ഇൻഷുറൻസ് എന്നിവ തിരുത്താനും അവയിൽ പുതിയ സ്ലാബുകൾ എടുക്കാനും നിങ്ങൾക്ക് നല്ല ഒരു അവസരം ലഭിക്കുന്നതാണ്. ആസ്ട്രോളജി, ടാരോ, ന്യൂമറോളജി എന്നിവയും പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ ഒരു മാസം മുഴുവൻ ഒരു ആത്മീയമായിട്ടുള്ള ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. പുതിയ വ്യക്തിയായിട്ട് സ്പിരിച്വൽ തോട്ടിലൂടെ പുതിയ വ്യക്തിയായിട്ട് തീരാനുള്ള ആഗ്രഹം, പള്ളിയിൽ പോവുക, അമ്പല ദർശനം, ജുമായിൽ പോവുക, നിങ്ങളുടെ ഉസ്താദുമായി ഖുർആനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക, അച്ഛനുമായിട്ട് ബൈബിളിനെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ അമ്പലത്തിലെ പൂജാരിയുമായിട്ട് വേദങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക, മറ്റുള്ള മതങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ തലത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മാസവും കൂടിയാണ് ഒക്ടോബർ മാസം. ഇത് വളരെ നല്ലൊരു സിമ്പലാണ്. കാരണം ഈ ഒരു മാസം നിങ്ങൾ സമയം അധികം കളയുകയില്ല എന്നുള്ളൊരു സിമ്പിളാണ്. ഈവൻ നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ കൂടി ഈ പ്രപഞ്ചം എങ്ങനെയാണ് നീങ്ങുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, പ്രപഞ്ചത്തിൻ്റെ എനർജികളെ, പ്രാപഞ്ചിക ശക്തികളെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നൊരു മാനസികമായിട്ടുള്ളൊരു വിങ്ങൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും ഉപരിപഠനം നടത്താനും ദൂരയാത്രകൾക്കും ഫോറിൻ കൊളാബറേഷൻസിനും പറ്റിയ സമയമാണ്. മീഡിയയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ പഠനം, അധ്യാപനം, എഴുത്ത്, പബ്ലിഷിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളുണ്ടാകാം. നിങ്ങളുടെ നോവലുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരു പ്രസാധകനെ വരെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ പിതൃതുല്യരായിട്ടുള്ള വ്യക്തികൾ, പിതാവ്, ഗുരുക്കന്മാർ എന്നിവരോടുള്ള സംസാരവും ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെയധികം ഉയർന്ന ഒരു ചിന്താഗതിയും അതുവഴി നിങ്ങളെ ഒരു പുതിയ വ്യക്തിയായിട്ട് കാണാനുള്ളൊരു ആഗ്രഹവും ഉണ്ടാകുന്നതാണ്. പഠനം, ട്രെയിനിങ് ഇവയെല്ലാം ഈ മാസത്തിൻ്റെ ഒരു ഭാഗമാണ്. കരിയറും ഈ മാസത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിരിക്കും. പുതിയ ജോലി കിട്ടാനുള്ള അവസരം, പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം, പുതിയ പ്രൊജക്റ്റുകൾ, ആഡ് ഓൺ പ്രൊജക്റ്റുകൾ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള ഏറ്റവും അടുത്ത ഒരു അവസരമാണ്. അതിനാൽ ജോലിയില്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മഹാദശ അപഹാരം പുതിയൊരു ജോലിക്ക് പ്രോമിസ് ചെയ്യുന്നുവെങ്കിൽ പുതിയൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാത്തവർക്ക് അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. ഇനി പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനും ദീർഘനാളേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളോടുകൂടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും, സുഹൃത്തുക്കളുമായിട്ട് തർക്കങ്ങൾ വരെ ഉണ്ടാകാം. അതിനാൽ അവരുമായിട്ടുള്ള സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കോൺട്രവേഴ്ഷ്യൽ തർക്ക വിഷയങ്ങളിൽ പോയിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല. തർക്ക വിഷയങ്ങളെടുത്താൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മതം പോലുള്ള വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അങ്ങനെ ചർച്ച ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം തന്നെ നശിച്ചു പോകുന്നതാണ്. അതിനാൽ വളരെയധികം കൗശലപൂർവ്വം ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ നല്ല മാസമാണ്. കാരണം ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് സെറ്റിലാകും, വളരെ സമാധാനപൂർവ്വം ആകും. ദൈവത്തിൻ്റെ അനുഗ്രഹം ബാക്ക് ടു ബാക്ക് നിങ്ങളിലേക്ക് വരുന്ന പോലെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. അത് തന്നെ മതി ഈ മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കുംഭം രാശി ലഗ്നം സൂര്യൻ. ഈ ഒരു മാസം
തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹ ജീവിതം, പ്രേമജീവിതം ഇവയാണ് ഹൈലൈറ്റ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊന്ന് സെറ്റിൽ ചെയ്യാനുള്ളൊരു അവസരം ആദ്യത്തെ ഒരാഴ്ച ലഭിക്കുന്നതാണ്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ സാഹചര്യം വളരെ ടൈറ്റ് ആകുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു സമയം നന്നായിട്ട് ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ബന്ധം അവിടെ തന്നെ ഉപേക്ഷിക്കാവുന്നതാണ്. സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് പുതിയ വ്യക്തികളെ കാണാനും പുതിയ ബന്ധം സ്വീകരിക്കാനും ഒക്കെയുള്ള സമയമാണ്. അതിനാൽ കൂടുതലായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. പല പബ്ലിക് മീറ്റിങ്ങുകൾ, കല്യാണമാവട്ടെ, ബർത്ത്ഡേ പാർട്ടി ആവട്ടെ, എൻഗേജ്മെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ വെറുതെ സുഹൃത്തുക്കളുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ആവട്ടെ, അവയെല്ലാം ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ് ഓഫറുകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടാകുന്നതാണ്. പുതിയ ജോബ് ഓഫർ ലഭിക്കാനുള്ള സാധ്യതയും ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. ഈ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് പൊതുജനത്തിന് മുന്നിൽ കൂടുതൽ വിസിബിൾ ആകുന്ന ഒരു സമയമാണ്. പുതിയ വ്യക്തികളെ കാണുമ്പോൾ ദയവായിട്ട് പോയി നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിശദാംശങ്ങൾ ദയവായിട്ട് കൊടുക്കരുത്. അവ നിങ്ങൾക്കെതിരായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ പിന്നെയും നിങ്ങൾ പ്രശ്നത്തിൽ വീഴുന്നതാണ്. നിങ്ങളുടെ പങ്കാളിയോട് നീതി പുലർത്താനുള്ളൊരു അവസരവും കൂടിയാണ്. അതിനുശേഷം ഈ ഒരു മാസം സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ട് വന്നേക്കാം. സാമ്പത്തികമായിട്ടുള്ള പല രീതിയിലുള്ള ബാധ്യതകൾ ലോൺ കൊടുക്കുക, വാങ്ങുക, ഇവയെല്ലാം ദയവായിട്ട് ഒഴിവാക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മറന്നുകൊണ്ട് വേറൊരാളുടെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പോകരുത്. അങ്ങനെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ സമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ വേറൊരാളെ സഹായിക്കാൻ പോകാവൂ. പക്ഷേ നിങ്ങളെ ആരെങ്കിലും സഹായിക്കാനായിട്ട് തയ്യാറാകുന്നതാണ്. അവർക്ക് പല രീതിയിൽ അവർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും. അത് വാക്കുകൊണ്ടാവട്ടെ, പൈസ കൊണ്ടാവട്ടെ, ശാരീരിക ആരോഗ്യം വെച്ചാവട്ടെ, അങ്ങനെ സഹായിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ചിലവുകൾ ഈ മാസത്തിൻ്റെ ഒരു മെയിൻ ഏരിയയാണ്. പെട്ടെന്നുള്ള ചിലവുകൾ വന്ന് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ വരെ പോയെന്ന് വരാം. അനാവശ്യമായിട്ടുള്ള റിസ്ക്, അതായത് വണ്ടി ഓടിക്കുക, കാർ റേസിങ് നടക്കുക, ട്രെക്കിങ്ങിന് പോവുക, ഇത് വെള്ളം കാണുമ്പോൾ എടുത്തിയാടുക, ഇതെല്ലാം ദയവായിട്ട് ഒഴിവാക്കുക. അതിനുള്ളൊരു സമയം കൂടിയല്ല. ഈ ഒരു മാസം എഴുതാനും പഠിക്കാനും പത്രം വായിക്കാനും അസ്ട്രോളജി, ടാരോ, ന്യൂമറോളജി എന്നിവ പഠിക്കാനും ഉള്ള ഒരു നല്ലൊരു സമയമാണ്. അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ദൂരയാത്രകൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം, ഇവയെല്ലാം ഈ മാസവും ഉണ്ടാകുന്നതാണ്. ദൂരയാത്ര പോകാനും വിദേശത്ത് താമസിക്കുന്നവർക്ക് പെർമനൻറ്റ് റെസിഡൻസ് സംബന്ധിച്ച അപ്ഡേറ്റ് കിട്ടാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ടാകും. അതുപോലെ തന്നെ പഠനം, എഴുത്ത്, പബ്ലിഷിംഗ് എന്നിവയും ഈ മാസത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ മീഡിയയിൽ എപ്പോഴെങ്കിലും വരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് മൂവ് നടത്തേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് അതിനുള്ള മൂവ് നടത്താനുള്ളൊരു സമയവും ഈ ഒരു മാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഗുരുക്കന്മാർ, പിതൃതുല്യരായിട്ടുള്ള വ്യക്തികൾ, അവരോടുള്ള സംസാരം ഉണ്ടാകും. അവ നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതാണ്. അതിനാൽ അവർ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഇരിക്കുക, അതെല്ലാം കേൾക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം ഗൈഡൻസ് കിട്ടുന്നതാണ്. വായിക്കാനും വളരാനും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും തീർത്ഥാടനത്തിന് പോകാനും എല്ലാം ഉള്ള അവസരം ഈ ഒരു മാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കരിയറിൽ പുതിയ ജോലി കിട്ടാനും ജോലിയിൽ വൻ കാര്യങ്ങൾ ചെയ്യാനും പൊതുജന സമ്മതി ലഭിക്കാനുമുള്ളൊരു മാസമാണ്. എല്ലാം നിങ്ങളുടെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. കാരണം 10ാം ഭാവത്തിലൂടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അധികാരികളുടെ മുന്നിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അത് നല്ലതിന് വേണ്ടി ആകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ആരെങ്കിലും നിങ്ങളെ വിളിച്ച് നീ ലേ ഓഫ് ആയിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ പിതാവിൻ്റെ സമ്പത്ത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്പോർട്സ്, അഡ്മിൻ, പോലീസ്, ആർമി എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള നല്ലൊരു അവസരവും കൂടിയാണ്. എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. മീനം രാശി, ലഗ്നം സൂര്യൻ. ഈ ഒരു മാസം തുടക്കത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഫുൾ മാസവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നോക്കേണ്ടി വരും. മാസം തുടക്കം തന്നെ ജോലി സ്ഥലമാണ്. ജോലി സ്ഥലത്ത് പല പുതിയ പ്രൊജക്റ്റുകളുണ്ടാകാം, ആഡ് ഓൺ പ്രൊജക്റ്റുകളുണ്ടാകാം. ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലി കിട്ടാനുള്ളൊരു സമയവും കൂടിയാണ്. ജോലി സ്ഥലത്ത് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒഴിവാക്കുക. നിങ്ങളുടെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഭക്ഷണക്രമം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അനാവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശുക്രൻ നിങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ അവസാനം അത് നിങ്ങളുടെ ബോഡിയെ വളരെ മോശമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെ മാതാവിൻ്റെ സൈഡിൽ നിന്നുള്ള ബന്ധുക്കൾക്ക് വളരെ സവിശേഷമായിട്ടുള്ള സമയമാണ്. അവരുടെ വീട്ടിൽ പലതരം പരിപാടികൾ നടക്കുന്നതാണ്. നിങ്ങളും അതിലൊരു ഭാഗമാകുന്നതാണ്. പുതിയ ഡയറ്റ്, പുതിയ വർക്കൗട്ട് റെജിം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളോട് കൂടുതൽ സമയം പുതിയൊരു
വളർത്തു മൃഗത്തിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയം കൂടിയാണ്. ആനിമൽ ആക്ടിവിസ്റ്റുമാർക്ക് ഇതൊരു നല്ല സമയമാണ്. അവരുടെ മൃഗസംരക്ഷണ പരിപാടികൾ വളരെയധികം ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നൊരു സമയം കൂടിയാണ്. നിങ്ങളുടെ ബന്ധങ്ങളും വിവാഹബന്ധമായിക്കോട്ടെ, പ്രേമബന്ധമായിക്കോട്ടെ, ബിസിനസ് ബന്ധമായിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ ബന്ധങ്ങളുടെ എല്ലാം നിജസ്ഥിതി ഈ ഒരു മാസം വെളിപ്പെടുന്നതാണ്. ബന്ധങ്ങളിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാകാം. ബന്ധം വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നൊരു മാസവും കൂടിയാണ്. അതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുന്നൊരു മാസവും കൂടിയാണ്. പുതിയ ജോബ് ഓഫറുകൾ, കോൺട്രാക്റ്റുകൾ എന്നിവയും നിങ്ങൾക്ക് ലഭിക്കാം. പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കാം. ഈ കോൺട്രാക്റ്റുകളെല്ലാം നിങ്ങൾ മുഴുവൻ വായിക്കുന്നു, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ മുഴുവൻ വായിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ അതിന് ഒരു എക്സ്പെർട്ടിനെ വെച്ച് അത് കണ്ടുപിടിക്കുക. പൊതുപരിപാടികൾ, കല്യാണം, പാർട്ടി, ബിസിനസ് നെറ്റ്വർക്ക് മീറ്റിങ്ങുകൾ, ബർത്ത്ഡേ എന്നിവയ്ക്കെല്ലാം പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. പൊതുസ്ഥലത്ത് നിങ്ങൾ കൂടുതൽ വിസിബിളാകുന്നതാണ്. ഈ മാസം മുഴുവൻ സാമ്പത്തികമായിട്ടുള്ളൊരു കാഠിന്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പെട്ടെന്നുള്ള ചിലവുകൾ, സേവ് ചെയ്ത് വെച്ച പൈസ പെട്ടെന്ന് പോകുന്ന അവസ്ഥ എന്നിവയും ഉണ്ടാകുന്നതാണ്. പക്ഷേ പാർട്ട് ടൈം ജോലിയായിട്ടും ഫ്രീലാൻസ് ജോലിയായിട്ടും ഒക്കെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു തർക്കമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിവിൽ കേസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാർ, ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവരുമായിട്ടുള്ള തർക്കമുണ്ടാകുന്നതാണ്. പൂർവിക സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. ടാക്സ്, PF, ഇൻഷുറൻസ് ഇവയിൽ പുതിയ സ്ലാബ് എടുക്കണോ എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾക്ക് നിഗൂഢമായിട്ടുള്ള വിഷയങ്ങൾ, അസ്ട്രോളജി, ടാരോ, ന്യൂമറോളജി എന്നീ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള അവസരവും കൂടിയാണ്. ദൂരയാത്രകളുണ്ടാകാം, ദൂരദേശത്തു നിന്നുള്ള ബിസിനസ് വെഞ്ചറുകളുണ്ടാകാം, ഗ്ലോബൽ വെഞ്ചറുകൾ, കൾച്ചറൽ എക്സ്ചേഞ്ച്, അതായത് സാംസ്കാരിക വിനിമയ പരിപാടികളുണ്ടാകുന്നതാണ്. എഴുത്ത്, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് എന്ന പ്രോഗ്രാമുകളും ഈ ഒരു സമയത്തുണ്ടാകുന്നതാണ്. മീഡിയയിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാം. മീഡിയയിൽ നിങ്ങൾക്ക് പുതിയ വഴികൾ നിങ്ങൾക്ക് വെട്ടിത്തുറക്കാനുള്ളൊരു അവസരവും കൂടിയാണ്. പഠനം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൂരയാത്രകൾ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് കിട്ടുന്നതാണ്. ഫോറിൻ സെറ്റിൽമെൻറ്റ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനെക്കുറിച്ചും ഒരു അപ്ഡേറ്റ് കിട്ടുന്നതാണ്. നിങ്ങളുടെ പിതാവ്, പിതൃതുല്യരായിട്ടുള്ള വ്യക്തികൾ ഇവരോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ഈ മാസം ലഭിക്കുന്നതാണ്. പല പുതിയ ഭാഷകളും പഠിക്കാൻ ഉള്ള അവസരം ലഭിക്കുന്നതാണ്. തീർത്ഥാടനം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മാസം സാധ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു.